ഞാൻ കാണിച്ചു തരാം. താനും റാവുത്തരാജ് ഓണോ കൂടിയാണ് ആ പട്ടണം അവിടെ താമസിപ്പിച്ചേക്കണേ. അതിനെന്താടാ, നിനക്ക് വേണ്ട കാശ് അവൻ കൃത്യമായി തന്നോളൂ. വേണ്ട, അവന്റെ കാശും വേണ്ട, താമസവും വേണ്ട. മര്യാദക്കാരോട് ഇറക്കി വിട്ടോണം. ഇതൊക്കെ എന്നോട് പറയുന്നത് എന്തിനാ? ആ എരുമേലി അവനോട് കൊണ്ടുവന്നത്. എരുമേലിയോ? എങ്കിൽ അവനെ ഇന്ന് ഞാൻ തട്ടും. ഇന്റെ അവോ നീയല്ലാണ് അവനോട് കൊണ്ടുവന്നത്. പറയണം, ആര് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുവന്നത്? നിങ്ങൾ മൂന്നാൾ സമ്മതിച്ചിട്ടല്ലേ ഞാൻ ആ സ്വാമിയെ വീട്ടിൽ കെട്ടി താമസിപ്പിച്ചത്? ഇപ്പതേ നോക്കി ഉള്ള മദ്യപാനം എല്ലാം കുടിച്ചിട്ട് ഞങ്ങളെ കൊല്ലാൻ വരുന്നു. വട്ടപ്പള്ളി പോടാ പോടാ പോടാ. നീ ഇത് ഇടപെടരുത്. ഇത് എന്റെ പെണ്ണിന്റെ പ്രശ്നമാണ്. നിന്റെ പെണ്ണോ? ആരുടെ നിന്റെ പെണ്ണ്? എന്റെ മോളെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും. അത് ചോദിക്കാൻ നീ ആരാടാ? പോടാ. ദേ നിങ്ങളൊക്കെ കേൾക്കണം, ആ സ്വാമി ഉണ്ടല്ലോ, അയാൾ എന്റെ മോളെ കെട്ടാൻ പോവാ. അതിനാ ഞാനിവിടെ താമസിപ്പിച്ചിരിക്കുന്നേ. അവളും അയാളും തമ്മിൽ പ്രേമമാ. അയാളെ കൊണ്ട് തന്നെ ഞാൻ എന്റെ മോളെ കെട്ടിക്കോ. കെട്ടിക്കോടാ പട്ടി. കഥ വേറെ റൂട്ടിലേക്കല്ലോ പോണത് സ്വാമി. വല്ലോടത്തുമ്പോ നേതൃത്വത്തിന്റെ പേരും പറഞ്ഞ് തമ്മിൽ തല്ലുന്നോ? റാവുത്തേ, ഞാൻ റാവുത്തോട് പറയാ, മര്യാദക്ക് അവിടെ ഇറക്കി വിട്ടോണം. ഇല്ലേ അവന്റെ അവളും ഈ കോളനി വീഴും. ഓടാ, പോയി അങ്ങനെ ചെയ്തിട്ട് വാ. അന്ന് തന്നെ ആണാക്കി കൂട്ടാടാ. പോടാ, എല്ലാരും പോടാ. നോക്കിക്കാ പോകാൻ. പോടാ. മര്യാദക്കല്ലെങ്കിൽ ഉണ്ടല്ലോ, രണ്ടിനെ ഞാൻ ചവിട്ടി പുറത്തെറിയും. പന്നികളെ നിക്കണവിടെ. എന്റെ വീട്ടിൽ നിന്ന് നീ അവനെ ചവിട്ടി പുറത്തിറക്കോ? എന്നവൻ ആരാണെന്നറിയോ? എന്റെ മോനാടാ, മൂസാനാടാ. അവനെ നീ ചവിട്ടാൻ ചെന്നെ കാലിയാ വെട്ടിയെറിയും. സ്വാമി സ്വാമി, എന്ത് ഭ്രാന്തായി കാണിക്കണേ? എങ്ങോട്ടാ പോണേ? അവിടെ എന്ത് പണ്ടാണെങ്കിലും നടക്കട്ടെ. നമ്മൾ വന്നത് ഈ പണിക്കല്ലല്ലോ. ഞാൻ പറഞ്ഞ ഒന്ന് കേക്ക്. കേട്ട് ശൗമി. നമ്മൾ ഇനി ഇവിടെ താമസിക്കാൻ പാടില്ല. താമസിച്ചത് വല്ല പ്രശ്നങ്ങളുണ്ടാവും. എത്രയും പെട്ടെന്ന് വേറൊരു സ്ഥലം കണ്ടുപിടിക്കണം. നമസ്കാരം. എന്താ? ഞങ്ങളിവിടെ ഈ പട്ടാളം മാധവമ്മയുടെ വീട്ടില് പുതുതായിട്ട് താമസിക്കാൻ വന്നവരാ. ഓ, സാഹിത്യകാരൻ കൃഷ്ണമൂർത്തി. ഇരിക്കണം. ഞാൻ നിങ്ങളുടെ ഒരു ആരാധകനാണ്. നിങ്ങളുടെ സർവ്വകൃതികളും ഞാൻ വായിച്ചിട്ടുണ്ട്. അവസാനം എഴുതിയ പുസ്തകം ഏതാണ്? ഈ അവസാനം എഴുതിയത് അത് എഴുതാനാണല്ലോ ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്, കോളനിക്കാരെ പറ്റിട്ട് അല്ലേ? അതെ. ഇദ്ദേഹവും സാഹിത്യകാരനാണ്. അതെ. അല്ല, അതെ ഞാനാ. കെ ജോസഫ് ചേട്ടൻ ഞങ്ങൾക്ക് ചെറിയൊരു സഹായം ചെയ്യണം. എന്താ വേണ്ടത് പറഞ്ഞോളൂ. ഞങ്ങളിവിടെ താമസിക്കുന്ന സ്ഥലത്ത് കഥ എഴുതാൻ പറ്റിയ ഒരു അന്തരീക്ഷമല്ല. സമാധാനം വേണം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും താമസിക്കാൻ ചെറിയൊരു സൗകര്യം ചെയ്ത് കിട്ടിയാൽ. എന്റെ കൂടെ താമസിച്ചൂടെ?
എന്താ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല. കൊണ്ടുകൈ ഇടയ്ക്കിടയ്ക്ക് കൈ കൊടുക്കൽ മാത്രമേ ഒരു ബുദ്ധിമുട്ടുള്ളൂ അല്ലേ? കൊറേ കാലം കൂടിയിട്ടാ രണ്ട് മനുഷ്യർ എന്റെ മുമ്പിൽ വരുന്നത്. അതിന്റെ ഒരു സന്തോഷ. അതെന്താ മനുഷ്യരാരും ഇങ്ങോട്ട് വരാറില്ലേ? ഇവിടെ മനുഷ്യരിക്കണു. ഒക്കെ മൃഗങ്ങളല്ലേ, ഇരുകാലി മൃഗങ്ങൾ. മനുഷ്യരായിരുന്നു ജോമാരിങ്ങനെ ചെയ്യുവോ? ആ മൂസാ ചേട്ടന്റെ സ്ഥലത്ത് വാടകയും കൊടുക്കാതെ ഒഴിഞ്ഞും കൊടുക്കാതെ അക്രമവും കാണിച്ച് ഇവരിങ്ങനെ കിടക്കുവോ? സ്വാമി, നമ്മൾ കറക്റ്റ് ആളുടെ അടുത്ത് വന്ന് വിട്ടേക്കണ നല്ല മനുഷ്യനാണ്. ആ പിന്നൊരു കാര്യമുണ്ട്, മൂസാ ചേട്ടൻ ഇവന്മാരെ അങ്ങനെ അങ്ങോട്ട് ഒഴിപ്പിക്കാൻ പറ്റില്ല. കാരണം ഇവര് വാടകക്കാരാണെന്നോ കയ്യേറ്റക്കാരാണോ എന്നുള്ളതിന്റെ ഒരു രേഖയും സേട്ടുവിന്റെ കയ്യിലില്ല. പക്ഷേ ആ രേഖ എന്റെ കയ്യിലുണ്ട്. ഇവന്മാരെ എല്ലാം കുടിയൊഴിപ്പിക്കാനുള്ള രേഖ എന്റെ കയ്യിലുണ്ടെന്ന് നിങ്ങൾക്ക് കാണണോ? കാണാം. ദേ കണ്ടോളൂ, ഇതാണ് ആ രേഖ, എന്റെ കയ്യിലുള്ള രേഖ. സ്വാമി, ചങ്ങല ചങ്ങല സ്വാമി, ചങ്ങല ദേ കാലുമ്മ ചങ്ങല ഓടിയോ. ആ പ്രാന്തന്റെ വിട്ടോണ്ട് ഞാൻ പോയതാ. എടാ പട്ടി, നീ പോടാ പട്ടി. അവരെന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കാമെന്നാടാ പട്ടി. അത് ശരി, നീയൊക്കെ ഇവിടെ വീടാന്നിരിക്കും വാടക താമസിക്കാൻ അല്ല. അതെ, ഞങ്ങള് മാധവമ്മയുടെ വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ ഞങ്ങളെ കൊന്നുകളയുന്ന വട്ടപ്പള്ളി പറഞ്ഞിരിക്കുന്നത്. അവൻ പറയുന്നിട്ട് ഒഴിയാൻ പോവാ. നിങ്ങൾ അവിടെ താമസിച്ചാ മതി, ഞാൻ പറയുന്ന അനുസരിച്ചാ മതി. ഞങ്ങൾ കാരണം നിങ്ങൾ തമ്മിൽ വഴക്കിടണ്ട, ഞങ്ങൾ മാറിക്കോളാം. ഇനി എങ്ങാനും നിങ്ങൾ അവിടെ നിന്ന് മാറിയാ കൊല്ലുന്നത് ഞാനായിരിക്കും. അയ്യോ, ഞാൻ പറയുന്നത് പ്ലീസ്, ഞാൻ പറയാം. നമുക്കതൊരു സമാധാനമായിട്ട് പറഞ്ഞിട്ട് സമാധാനം ഉണ്ടാക്കാൻ ഇതെന്തൊരു പാടായത്. ഇനി ഇവിടെ തങ്ങിയ വട്ടപ്പള്ളി വെട്ടു, ഇവിടുന്ന് ഇറങ്ങിയ ഇരുമ്പ് വെട്ടു. ഇനിയിപ്പോ എളുപ്പമുണ്ടല്ലോ, ആരുടെ കൈ കൊണ്ട് മരിക്കണം അങ്ങോട്ട് തീരുമാനിച്ചാൽ മതി. മതി, കൈ കൊണ്ട് മരിക്കണോ കാല് കൊണ്ട് മരിക്കണോ ഞാൻ തീരുമാനിച്ചോളാം. മനസ്സിലായില്ലേ? താൻ അതിൽ ഇടപെടേണ്ട കാര്യം. സ്വാമിക്ക് നോക്കി നടന്നൂടെ? ഇവിടെ മറ്റേ വഴി നടക്കാൻ നിർത്താണോ കയറുകൊണ്ട് കെട്ടുന്നത്? അഴിച്ചു വിടണോ? ഞാനല്ല കെട്ടിയത്. താൻ കെട്ടിയാലേ അഴിച്ചു വിടണോ? അഴിച്ചു വിടണോ? പട്ടറിൽ പൊട്ടനില്ലാന്ന് ആരാ പറഞ്ഞേ? ഇതന്നെയല്ലേ ഈ പൊട്ടന്മാര്. പാലക്കാട്ടെ വേഷം കിട്ടാൻ എടുത്തേക്ക് വേണ്ടട്ടോ. എന്താ ആരാ എന്റെ പശുവിനെ അഴിച്ചു വിട്ടത്? എന്താ എന്റെ പശുവിനെ ആരാ അഴിച്ചു വിട്ടതെന്ന്? പശുവിനെ അഴിച്ചു വിട്ടോ? ആര് പശുവിനെ അഴിച്ചു വിട്ടു? ആ ചെറുക്കൻ പറഞ്ഞല്ലോ നിങ്ങൾ അഴിച്ചു വിട്ടതെന്ന്. ആ, പശുവിനെ അഴിച്ചു വിട്ടു. അതെ, പശുവിനെ കെട്ടേണ്ട തൊഴുത്തില്ല, അല്ലാതെ മനുഷ്യൻ വഴി നടക്കുന്നിടത്തല്ല. മനസ്സിലായില്ലേ? താൻ വലിയ ന്യായം ഒന്നും പറയണ്ട. വേഗം എന്റെ പശുവിനെ പിടിച്ചോണ്ട് വരാൻ, എനിക്ക് പാല് കൊടുക്കാനുള്ളതാ. അതെന്താ പശുവിന് പാലാ കൊടുക്കണേ? ചിരിക്കുന്നു. അല്ലാതെ പിന്നെ കരയണോ? കളിക്കാണ്ട് പോയി എന്റെ പശുവിനെ പിടിച്ചോണ്ട് വരാൻ. എടി ഇങ്ങോട്ട് ഇറങ്ങി വാടി വരുമ്പോട്ടോടെ, ഇങ്ങനാണോ ഈ പശുവിനെ വളർത്തണത്? നിന്റെ ഒടുക്കത്തെ പശു ചെയ്ത് വെച്ചേക്കണ പണി നോക്കിയേ. എന്റെ കൊച്ചിന്റെ പുതിയ ചുരിദാറാ, ദേ കടിച്ച ചവിച്ച് ഇഞ്ച പോലെ ആക്കിയേക്കണു. അങ്ങോട്ട് കാണിച്ചു കൊടുക്കടി. ദേ കഴിഞ്ഞ ഓണത്തിന് വാങ്ങിത്തന്ന പുതിയ ചുരിദാർ ഈ കോലത്തിലാക്കിയേക്കണത്. എടി മര്യാദക്ക് വേറെ ചുരിദാർ വാങ്ങി തന്നോ, ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം നിനക്കറിഞ്ഞൂടാ. അത് എന്നോടല്ല, ദേ ഇവരോട് ചോദിക്കും. ഇവരാ പശുവിനെ അഴിച്ചു വിട്ടത്. ആ, അത് ശരി. ഇപ്പൊ ഞങ്ങളുടെ കുഴപ്പമായ. അതെ, പശുവിന് വല്ലപ്പോഴൊക്കെ തീറ്റ കൊടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ചുരിദാറൊക്കെ തിന്നെന്ന് വരും. അതുകൊള്ളാം, ഞാൻ തീറ്റ കൊടുത്ത കൊണ്ട് കെട്ടിയെടുത്തല്ലേ നിങ്ങൾ അഴിച്ചു വിട്ടത്. വേഗം അവർക്ക് പുതിയ ചുരിദാർ മേടിച്ചു കൊടുത്തോ, അല്ലെങ്കിൽ പ്രശ്നമാവും. പറഞ്ഞേക്കാം. എന്തിനാ പുതിയത്? ഇത് തന്നെ ഒന്ന് റിപ്പയർ ചെയ്താ പോരെ? റിപ്പയർ ചെയ്ത് താൻ തന്നെ ഇട്ടോ. ഇതിനിപ്പോ എന്താ ഒരു കുഴപ്പം? മോള് നോക്കിയേ എന്റെ കൂടപ്പറപ്പെ, മൂട്ടീന്ന് സ്വല്പം തുണി പോയിട്ടുണ്ടെന്നല്ലേ ഉള്ളൂ. അതിന് ഇത് തനിച്ചല്ലല്ലോ ഇടണത്, അടിയിൽ വേറെ സാധനങ്ങൾ കിട്ടട്ടല്ലേ ഇടണത്. പിന്നെ എന്ത് കാണാനാ? ഇങ്ങോട്ട് മാറിയിടുന്നേ, എവനോടൊന്നും പറഞ്ഞു തന്നാ പറ്റത്തില്ല. മാറോടെ. വേണ്ട 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 വേണ്ട, ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ എനിക്ക് ഖേദമുണ്ട്. ചേട്ടൻ ഇപ്പൊ എന്താ വേണ്ടത്? ഒരു പുതിയ ചുരിദാർ. ചേട്ടൻ ഒരു പുതിയ ചുരിദാർ ഞാൻ മേടിച്ചു തരും. എനിക്കല്ല, എന്റെ മോൾക്ക്. അതെ, മൾക്ക് തന്നെ. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഒരു പുതിയ ചുരിദാർ ഞാൻ വാങ്ങിച്ചു തന്നിരിക്കും. ചേട്ടൻ എന്താ എന്നെ വിശ്വാസമില്ലേ? ഇങ്ങോട്ടാണോ? ഇതും കൊണ്ടുപോയേ. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഒരു പുതിയ ചുരിദാർ ഞാൻ വാങ്ങിച്ചു തന്നിരിക്കും. അതാണ് ഇന്ന് തന്നെ വാങ്ങിച്ചു തന്നില്ലെങ്കിൽ പിന്നെ നീ ഒന്നോട് താമസിക്കില്ല. പറഞ്ഞേക്കാതെ വാടി, ഇങ്ങോട്ട് വാടി. അപ്പോഴേ അങ്ങനെ ഇങ്ങോട്ട് പോയാലോ? പോയാലെന്താ? എന്റെ പശുവിന്റെ കാര്യത്തിനും കൂടി ഒരു തീരുമാനം പശു എന്താ ഉണ്ടാക്കി. നാട് വിട്ട് പോയിരിക്കാ? അത് തിരിച്ചു വന്നോളൂ. പറയേ. ദേ അത് പോയി വേറെ ചുരിദാറും സാരിയും ഒക്കെ കടിക്കുന്നതിന് മുമ്പ് ചെന്ന് പിടിച്ചോണ്ട് വന്നോ, അല്ലെങ്കിൽ നേരത്തെ കരഞ്ഞു കാണിച്ച പോലെ ശരിക്കും കരയേണ്ടി വരും. ജോസഫേ, വന്നേ.
എന്തിനാടോ പശുവിനെ അഴിച്ചു വിട്ടത്? സ്വാമി പറഞ്ഞിട്ടല്ലേ ഞാൻ പശുവിനെ പറഞ്ഞാൽ ഉടനെ അഴിച്ചു വിടും അല്ലേ? അഴിച്ചുവിടും. എന്തൊരു അനുസരണ, എന്തൊരു അനുസരണ. ദേ നിക്കണു ദേ. പിടിച്ചോണ്ട് ഓ, അതെ പശുവിനെ പിടിച്ചെനിക്ക് വലിയ പരിചയമില്ല. വല്ല പന്നി പോത്താണെങ്കിൽ ഒരു കൈ നോക്കാം. താൻ അതിലെ വാ, ഞാനിതിലെ വരാം. സ്വാമി ഇതിലേ പോ, ഞാൻ ഇതിലേ വരാം. താൻ എന്തെങ്കിലും ചെയ്യും. വാടി. അയ്യോ സ്വാമി, പശു സ്വാമി ചത്ത് മറിച്ചാട്ടായിരുന്നത്. പശു അയ്യോ, ദേ വട്ടപ്പള്ളി ഓടി വായോ, വട്ടപ്പള്ളി ഓടിന് വെളിയിൽ വീട്, ഓടി വായോ, എല്ലാരും ഒന്ന് ഓടി വന്നേ, വേഗം വാ, ദേ വട്ടപ്പള്ളി വീട് കിടക്കുന്നേ, ഓടി വാ. എല്ലാരും നോക്കിക്കാണുന്നു, പൊക്കിയെടുത്തേ. സ്വാമി ആള് വടിയാ ഇന്ന് തോന്നണേ. തന്റെ കരുനാക്ക് വളച്ചൊന്നും പറയാടോ പുല്ല്. അമ്മേ ഭഗവതി കാത്തുരക്ഷിക്കണേ. ആ വട്ടപ്പള്ളിയുടെ ജീവൻ അപകടമൊന്നും വരുത്തരുത്. അറിഞ്ഞോ, വട്ടപ്പള്ളിക്ക് ബോധം തെളിഞ്ഞു. ബോധം തെളിഞ്ഞപ്പോ വട്ടപ്പള്ളി സത്യം പറഞ്ഞു. വെറുതെ വീണതല്ല, മനഃപൂർവ്വം ഉരുട്ടിട്ട് കൊല്ലാൻ ശ്രമിച്ചതാണെന്ന്. ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയാല് നേരെ ഇങ്ങോട്ടാണ് വരിക, പകരം വീട്ടാൻ. അയ്യോ, അപ്പൊ വട്ടപ്പള്ളി കണ്ടല്ലേ? പിന്നെ വീണ വഴിക്ക് വട്ടപ്പള്ളി ഒന്ന് തിരിഞ്ഞു നോക്കി. അപ്പം നിക്കണ് ഇരുമ്പ് ജോണേ, ഇരുമ്പ് ജോൺ. അവനാ വട്ടപ്പള്ളിയെ തട്ടിയിട്ടത്. അവനത് ചെയ്യും സ്വാമി. കാലത്തെ അവന്മാര് തമ്മിലുള്ള വഴക്ക് കണ്ടപ്പോ എനിക്ക് തോന്നിയതാ മൂളിന്ന് അവനെ താഴെ ഉരുട്ടിട്ട് കൊല്ലൂന്ന്. സ്വാമിക്ക് തോന്നിയില്ലേ? എന്തായാലും കുറച്ച് ആരെങ്കിലും ആ ശൈത്തൻ ആശുപത്രി കിടക്കും. അതുവരെങ്കിലും മനുഷ്യൻ സമാധാനിച്ച് കഴിയാലോ. അപ്പോ ഞാൻ മോർസമി അതെ, നമ്മളാ ഇതിവിടെ തരാൻ മറന്നു ചുരിദാർ. അപ്പോ ഞാൻ മോർസമി നമ്മളാ സ്വാമിയേ. ഇത് വലിയ ശല്യായില്ലോ. താ കൊറേ നേരമുള്ള സ്വാമി സ്വാമി എന്ന് പറഞ്ഞു വിളിക്കണേ. ശബരിമലയ്ക്ക് കൊണ്ടാ. അല്ല, സ്വാമിക്ക് എന്തിനാ ചുരിദാർ? സ്വാമിക്ക് ഒരു ചുരിദാർ നേർച്ചയുണ്ട്. എന്നാ പിന്നെ അത് പറഞ്ഞ പോലെ ഞാൻ മോർസമി ഓട്ടോ ആ സ്വാമി. എന്നിട്ട് പശുവിനെ പശുവിന്റെ താനിതാ പിശാചിനോട് കൊടുക്കണോ? ദൈവമേ, സ്വാമി എന്നെ വിളിച്ചാ പോടോ. ഞാൻ സത്യം തുറന്നു പറയൂട്ടോ.